അടുത്ത നമ്മുടെ കാറ്റഗറി നമ്പർ 638/2025 ആണ്. സിവിലുകാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കാറ്റഗറി നമ്പർ 776/2025 ആണ്. ഹായ് ഓൺ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഡിസംബർ 31 എല്ലാ വർഷത്തെയും പോലെ ഇന്നലെയും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ബൾക്ക് ആയിട്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ സിവിലാണ് ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 30-ാം തീയതി 31-ാം തീയതി ആയിട്ട് കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. സോ ഏതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസും എന്തൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റി എന്ന് നോക്കാം. സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 30-ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ നോക്കാം. അതിൽ സിവിലിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് 633/2025 ആണ് ഫസ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഡിസ്ട്രിക്ട് വൈസ് വന്ന ട്രേസർ നോട്ടിഫിക്കേഷൻ ആണ്. LSDD അഥവാ ലോക്കൽ സബ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ട്രേസേഴ്സ് തസ്തികയാണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ്. 2 ഡിസ്ട്രിക്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. തൃശ്ശൂർ 2ഉം വയനാട് 1ഉം വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്കെയിൽ ഓഫ് പേ വരെ 26,500 ആണ്. പിന്നെ ഇത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഡിസ്ട്രിക്ട് വൈസ് ആണ്, സ്റ്റേറ്റ് വൈസ് അല്ല. അപ്പൊ നമുക്ക് ഏജ് ഒക്കെ 18 to 36 തന്നെയാണ്. റിലാക്സേഷൻ ഓരോ കാറ്റഗറി അനുസരിച്ച് നോർമലി നമ്മുടെ PSC റിക്രൂട്ട്മെന്റ് പോലെ തന്നെയാണ്. അടുത്തത് നമുക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. 18 to 36 ആണ്. നമുക്ക് 1989 മുതൽ 2007 വരെ ജനിച്ച 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ SC ST അതുപോലെ ബാക്ക്വേർഡ് ക്ലാസസിനൊക്കെ എലിജിബിലിറ്റിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വാളിഫിക്കേഷൻസിലേക്ക് പോകാം. ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത് SSLC or its equivalent and SSLC plus ആണ് പറഞ്ഞിരിക്കുന്നത്. പാസ് ഇൻ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ഹയർ ആൻഡ് സർവേയിങ് ആൻഡ് ലെവലിംഗ് ലോവർ ആൻഡ് പാസ് ഇൻ എനി വൺ ഓഫ് ദി ഫോളോയിങ് സബ്ജക്ട്സ് ഉണ്ട്. KGTE or NGTE ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ലോവറും ജോമെട്രിക്കൽ ഡ്രോയിങ് ലോവറും ആണ്. അപ്പം നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ട്രേഡിലാണ് സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി വരാവുന്ന ചോദ്യം ബിടെക്കാർക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർക്കോ ഒക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ PSC ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് KGTE ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ലോവറിന് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് ITI അല്ലെങ്കിൽ ITC സർവേയർ, അതുപോലെ ITI or ITC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, STC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, Polytechnic Diploma in Civil Engineering, Polytechnic Diploma in Quantity Surveying and Construction Management, BTech Civil Engineering, BE Civil Engineering. അതായത് ഈ 7 യോഗ്യതയുള്ള ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് KGTE എന്ന് പറയുന്ന KGTE ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ലോവറിന് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ യൂസിങ് ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്ട്രിക്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് KGTE ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ഹയർ ആണ് വരിക. അതിന് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് 7 ക്വാളിഫിക്കേഷൻസ് തന്നെ തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ തന്നെയാണ്. സോ ITI ITC സർവേയർ ഉണ്ട്, ITI or ITC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഉണ്ട്, STC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഉണ്ട്, പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പോളിടെക്നിക് ഡിപ്ലോമ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഉണ്ട്, BTech സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, BE സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 7 ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ KGTE ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ലോവറിനോ അല്ലെങ്കിൽ KGTE ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ഹയറിനോ ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് കൊടുത്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് KGTE സർവേയിങ് ആൻഡ് ലെവലിംഗ് ലോവറിന് ഈക്വലന്റ് ഈ പറഞ്ഞ 7 ക്വാളിഫിക്കേഷൻ തന്നെ കൊടുക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ 7 ക്വാളിഫിക്കേഷൻസിൽ പെട്ട ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ KGTE ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ലോവറോ, KGTE ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ഹയറോ അല്ലെങ്കിൽ KGTE സർവേയിങ് ആൻഡ് ലെവലിംഗ് ലോവറോ ഈക്വലന്റ് ഓർ ഹയറോ കൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് MGTE ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ഹയർ ആണ്. നിങ്ങൾക്ക് BTech അല്ല, നിങ്ങൾ BTech ആണ് ഉദ്യോഗാർത്ഥിയെങ്കിൽ നിങ്ങൾക്ക് MGTE ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ഹയറിന് ഈക്വലന്റ് ഓർ ഹയർ കൊടുത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. BTech ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കാം, ആദ്യം പറഞ്ഞ 3 യോഗ്യതകൾക്ക് നിങ്ങൾ ഈക്വലന്റ് ഓർ ഹയർ കൊടുത്ത് അപ്ലൈ ചെയ്യാവുള്ളൂ. MGTE ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ഹയർ BTechഉം BEക്ക് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് പറയപ്പെടാവുന്നതെന്ന് പറഞ്ഞാൽ ITI അല്ലെങ്കിൽ ITC സർവേയർ, അതുപോലെ ITI അല്ലെങ്കിൽ ITC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, STC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ആൻഡ് പോളിടെക്നിക് ഡിപ്ലോമ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി BE BTech കഴിഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്യുമ്പോൾ either KGTE സർവേയിങ് അല്ലെങ്കിൽ KGTE ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ഹയർ അല്ലെങ്കിൽ KGTE ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ലോവറിന് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് കൊണ്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പം ഇതാണ് ട്രേസറിന്റെ ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് MGTE സർവേയിങ് ആൻഡ് ലെവലിംഗ് ലോവർ ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ 7 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈക്വലന്റ് ഓർ ഹയർ കൊടുക്കാം.
then KGTE ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ഹയറിന് 7 കൊടുക്കാം. ബട്ട് KGTE സർവേയിങ് ആൻഡ് ലെവലിംഗ് ലോവറിന് ഈക്വലന്റ് ആയിട്ട് ITI ITC സിവിൽ ഈ 7 യോഗ്യത. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഈക്വലന്റ് ഓർ ഹയറിന്റെ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കി ഈ വീഡിയോ കൂടെ റെഫർ ചെയ്ത് മാത്രമേ ബിടെക് കഴിഞ്ഞവർ അപ്ലൈ ചെയ്യുള്ളൂ. അവർക്ക് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അടുത്ത നമ്മുടെ കാറ്റഗറി നമ്പർ 638/2025 ആണ്. സിവിലുകാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ST അതായത് ഷെഡ്യൂൾ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് PWD ആണ്. അവിടെ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആണ്. സിവിലുകാർക്കുള്ളതാണ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. വേക്കൻസി ഒരെണ്ണമാണ് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആയതുകൊണ്ട് തന്നെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 3 ഇയർ കോഴ്സ് ആണ് നമുക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ബിടെക് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾ ആ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കാറ്റഗറി പെടുന്ന ആളാണെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 31st നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ആണ്. കാറ്റഗറി നമ്പർ വരുന്നത് 735/2025 ആണ്. സ്കെയിൽ ഓഫ് പേ വരെ 27,200 to 73,600 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് മെൻഷൻ അല്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞത്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തിക. നമുക്ക് ഏജ് വരെ 18 to 26 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ഇൻ SSLC ഓർ ഇക്വലന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അതിന്റെ കൂടെ പറഞ്ഞിരിക്കുന്ന NTC അതായത് നാഷണൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അവോർഡഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ദ ട്രേഡ്. ഏത് ട്രേഡ് ആണെന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 ഇയർ കോഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. അപ്പൊ ഈ പർട്ടിക്കുലർ ട്രെയിൻസ് ഉള്ളവരാണ് ഈ SSLC പ്ലസ് ഈ പറഞ്ഞ പർട്ടിക്കുലർ ട്രെയിൻസ് ഉള്ളവർക്കാണ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യത. ഓർ പറഞ്ഞിട്ടുണ്ട് KGC അതായത് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കലുള്ള KGC സർട്ടിഫിക്കറ്റ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 2 ഇയർ കോഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ഇത്രയുമാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്നിരിക്കെ പോലും ഇക്വലന്റ് ഓർ ഹയർ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഓപ്പറേറ്റർ തസ്തിക. ഇക്വലന്റ് ഓർ ഹയർ ഞാൻ വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ വേറൊരു നമുക്ക് അതായത് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ലോവർ കാറ്റഗറി അതായത് നമുക്ക് ഇൻ സർവീസ് പേഴ്സൺ അതായത് നമുക്ക് ഓപ്പറേറ്ററിന് താഴെ തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് കൂടി ഒരു നോട്ടിഫിക്കേഷൻ കേസ് പബ്ലിഷ് ചെയ്തത് 7/24/2025 കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തന്നെയാണ്. പക്ഷെ ഈ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ലോവർ അതായത് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ലോവർ കാറ്റഗറി പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന കേരള വാട്ടർ അതോറിറ്റിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നടത്തുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഈ 7/24/2025. നമുക്ക് വേക്കൻസീസ് വരെ 3 ആണ്. ഇതിനകത്തും എന്താണ് നമ്മുടെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫ്രം ഇൻ സർവീസ് പേഴ്സണൽ ഇൻ ലോവർ കാറ്റഗറീസ് ഓഫ് വാട്ടർ അതോറിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് 18 to 50 ആണ് നമുക്ക് നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന് ജനറൽ റിക്രൂട്ട്മെന്റ് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന്റെ പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈക്വലന്റ് ഓർ ഹയറിലേക്ക് പോകാം. ഞാൻ പറഞ്ഞത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഈക്വലന്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം സ്പെഷ്യൽ റൂൾ പ്രകാരം ക്വാളിഫിക്കേഷൻ NTC ഇലക്ട്രീഷ്യൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിന് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർക്കുക NTC ഇലക്ട്രീഷ്യൻ കഴിഞ്ഞവർക്ക്. ഓക്കെ, ദെൻ NTC മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് കോഴ്സിന് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓർക്കുക, നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈക്വലന്റ് ഓർ ഹയർ കൊടുക്കുന്നത് NTC മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് ആണ്. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ NTC ഇലക്ട്രീഷ്യൻ ഈക്വലന്റ് ഓർ ഹയർ ആണ് കൊടുക്കുന്നത്. ഇനി NTC ഇലക്ട്രിക്കൽ ഈക്വലന്റ് ഓർ ഹയർ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ വെച്ചാൽ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പൊ നിങ്ങൾക്ക് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ NTC ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ NTC ഇലക്ട്രിക്കൽ തസ്തികകളുടെ ഈക്വലന്റ് ഓർ ഹയർ കൊടുത്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ബിടെക് ഉള്ള ആൾക്കാരാണ് ബിടെക് മെക്കാനിക്കലോ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉള്ളവരും ശ്രദ്ധിക്കണം. അവര് ഈക്വലന്റ് ഓർ ഹയർ കൊടുക്കുന്നത് NTC മെക്കാനിക്കലിന് ഈക്വലന്റ് ഓർ ഹയർ കൊടുക്കുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയും ബിടെക് മെക്കാനിക്കൽ ഡിപ്ലോമയോ
അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ആളാണ് നിങ്ങളെങ്കിൽ ഇക്വലന്റ് ഓർ ഹയർ കൊടുത്ത് അപ്ലൈ ചെയ്യേണ്ടത് NTC മെക്കാനിക്കൽ. ഇനി AGC ഇലക്ട്രിക്കലിന് ഇക്വലന്റ് ഓർ ഹയർ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ. അപ്പൊ ശ്രദ്ധിക്കുക, ബിടെക് കഴിഞ്ഞ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾ ഇക്വലന്റ് ഓർ ഹയർ കൊടുക്കുന്നത് AGC ഇലക്ട്രിക്കലും, ബിടെക് അതുപോലെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ NTC മെക്കാനിക്കൽ ഇക്വലന്റ് ഓർ ഹയർ കൊടുക്കാം. ഇനി വെറും നിങ്ങൾക്ക് ഡിപ്ലോമ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ NTC ഇലക്ട്രിക്കൽ കൊടുക്കാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഉള്ളവര്, അതുപോലെ തന്നെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസിന് ഇക്വലന്റ് ഓർ ഹയർ കൊടുക്കാൻ പറ്റുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നിങ്ങൾ കറസ്പോണ്ടിങ് ഈ ഒരു പർട്ടിക്കുലർ PDF നിങ്ങളുടെ നോട്ടിഫിക്കേഷന്റെ ഗസറ്റിനകത്ത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വീഡിയോ റെഫറൻസ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റിക്കരുത്, എല്ലാം കൊണ്ട് നമുക്ക് ഇക്വലന്റ് ഓർ ഹയർ കൊടുക്കാൻ പറ്റില്ല. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് NTC ഇലക്ട്രീഷ്യനും NTC ഇലക്ട്രിക്കലിനും ഇക്വലന്റ് ഓർ ഹയർ കൊടുക്കാം. ഇനി ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് NTC മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് അല്ലെങ്കിൽ NTC മെക്കാനിക്കൽ ഇക്വലന്റ് ഓർ ഹയർ കൊടുക്കാം. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ NTC മെക്കാനിക്കൽ മാത്രം ഇക്വലന്റ് ഓർ ഹയർ കൊടുക്കാം. ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ AGC ഇലക്ട്രിക്കൽ ഇക്വലന്റ് ഓർ ഹയർ കൊടുക്കാം. അപ്പൊ നോക്കി മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തന്നെയാണ് രണ്ട് സെയിം, അതായത് നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ നമുക്ക് എന്തിനും പറഞ്ഞിട്ടുണ്ട് ജനറൽ റിക്രൂട്ട്മെന്റും ഇക്വലന്റ് ഓർ ഹയർ ഇത് സെയിം തന്നെയാണ് പറയുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ 706/2025 ആണ്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഏറെ കാലമായി കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ. സ്കെയിൽ ഓഫ് പേ വരാം 53,900 to 1,18,100 ആണ്. നമുക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ലിസ്റ്റ് നിലനിൽക്കുന്നത് കൊണ്ടാണ് വേക്കൻസീസ് മെൻഷൻ ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിടെക് ഡിഗ്രി ആണ്. പെർസെന്റേജ് മാർക്ക് മെൻഷൻ അല്ല. സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം അറിയായിരിക്കുമല്ലോ. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അടുത്തത് സിവിലുകാർക്കുള്ള വേറൊരു നോട്ടിഫിക്കേഷൻ ആണ് 724/2025 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ സിവിൽ ആണ്. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് സ്കെയിൽ ഓഫ് പേ വരെ 37,400 to 79,000 ആണ്. ഇതും നമുക്ക് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് മാത്രമാണ്, നമ്പർ ഓഫ് വേക്കൻസീസ് മെൻഷൻ അല്ല. സോ ഓർക്കുക, നമുക്ക് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ ആണ്. നിങ്ങൾക്ക് അറിയാം, ഓവർസിയർ ഗ്രേഡ് 1 ആകുമ്പോഴത്തേക്ക് ഏജ് ഒന്നും ഞാൻ പറയുന്നില്ല, 18 to 26 തന്നെയാണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റും ആണ്. പിന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ പറയാം, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. 3 ഇയർ കോഴ്സ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് മാത്രമല്ല, ബിടെക് സിവിൽ കഴിഞ്ഞവർക്കും BE സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ഇക്വലന്റ് ഓർ ഹയർ കൊടുത്ത് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ, ബിടെക്, BE കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഫസ്റ്റ് ഗ്രേഡ് ഓഫീസർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് 725/2025 ഇത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ പോസ്റ്റ് ആണെങ്കിൽ പോലും ഇവിടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് സ്കെയിൽ ഓഫ് പേ 35,600 to 75,400 ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒരെണ്ണമാണ് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ പോലും ഫസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ആയതുകൊണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ 3 years എക്സ്പീരിയൻസ് ഇൻ ദ ലൈൻ ഫ്രം എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഫ്രം സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസ് ഓർ ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടർ. അതായത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഏതാ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിലാവാം, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിലാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിലാവാം, അതല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗോ 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിച്ചു. സോ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പ്ലസ് 3 year എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിച്ചിരിക്കുന്നത്. സോ ശ്രദ്ധിക്കുക, എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് അല്ല നിങ്ങളുടെ ഗസറ്റിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. സോ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ,
ഓക്കെ, അടുത്തത് നമുക്ക് 882/2025 ആണ്. എഗെയിൻ ഒരു സിവിൽ നോട്ടിഫിക്കേഷൻ ആണ്. ഓബിയസ്ലി ഗ്രേഡ് 2 സിവിൽ ആണ്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലെ ഗ്രേഡ് 2 തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് ഇതും മെൻഷൻഡ് അല്ല. 31,500 to 66,800 ആണ് പേ സ്കെയിൽ വരെ. ബാക്കി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. നമുക്ക് ഏജും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വേക്കൻസീസ് മെൻഷൻഡ് അല്ല. ഇനി ക്വാളിഫിക്കേഷൻസിലേക്ക് പോകാം. 3 വർഷത്തെ ഡിപ്ലോമ ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തിലുള്ള ഡിപ്ലോമ or SSLC or equivalent qualification in any of the following qualifications. SSLC കൂടെ കുറച്ച് അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരള സർട്ടിഫിക്കറ്റ് 2-year കോഴ്സ് ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 2-year കോഴ്സ് കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഇൻ സിവിൽ ട്രേഡ് ഇൻ 18 months കോഴ്സ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ആണ് പറയുന്നത്. ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഇൻ സിവിൽ ട്രേഡിലുള്ള ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഡിപ്ലോമയാണ്. അത് 18 മാസത്തെ കോഴ്സാണ്. 6 മാസം പ്രാക്ടിക്കൽ ട്രെയിനിങ്. അത് ITI അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്റർ, മിനിസ്ട്രി ഓഫ് ലേബർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയില് നമ്മുടെ 6 മാസം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോട് കൂടിയ 18 മാസത്തെ കോഴ്സ് കഴിഞ്ഞവർക്കും ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇപ്പം ഡിപ്ലോമ പറഞ്ഞതുകൊണ്ട് തന്നെ ബിടെക്കുകാർക്കും BE കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈക്വൽ ഹയർ കേട്ടോ. അപ്പൊ ഇതും നമുക്ക് എന്താണ് ഗ്രേഡ് 2 സിവിൽ ആണ്. 31,500. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയാ പേ സ്കെയിൽ വരാം. അപ്പം ഓർക്ക 3-year ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പബ്ലിക് വർക്ക് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ആണ്. നമുക്ക് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഇപ്പൊ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഡിപ്പാർട്ട്മെന്റൽ പോസ്റ്റിലെ അതായത് ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന്റെ ഇടയ്ക്ക് PWDയിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് മെൻഷൻ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് റിട്ടയർമെന്റ് വേക്കൻസീസ് നമുക്ക് PWDയിലും ഇറിഗേഷനിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ആണിത്. അപ്പൊ ഇതും നമുക്ക് നമ്മുടെ PWD ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ അതിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അടുത്ത നമുക്ക് വരിക 758/2025 ആണ്. ഫേം എന്ന് പറഞ്ഞാൽ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ്. അവിടെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ നമുക്ക് 10,360 to 21,030 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. ഓക്കെ, ബാക്കി നമുക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്കിവിടെ ക്വാളിഫിക്കേഷനിലേക്ക് പോകാം. ITI ആണ് പറയുന്നത്. അതായത് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഓർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ കൺസേൺ ട്രേഡ് ഫ്രം ദ ITI. നേരത്തെ നമ്മൾ സെക്കൻഡ് ഗ്രേഡ് പറഞ്ഞ പോലെ തന്നെ ഏത് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് അല്ലെങ്കിൽ ITI ട്രേഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്പീരിയൻസ് വേണം. 1 year എക്സ്പീരിയൻസ് ഇൻ ഡിസൈനിങ് ഓർ ഡ്രോയിങ് ഇൻ എനി ഗവൺമെന്റ് കൺസേൺ ഓർ ഇൻ എ കൺസേൺ രജിസ്റ്റേർഡ് അണ്ടർ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലോ ഉള്ള 1 year എക്സ്പീരിയൻസ് വേണം ഇൻ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ഈ ഒരു കോഴ്സിലേക്ക്. ഓർക്കുക, അത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ്. എക്സ്പീരിയൻസ് കൂടി വേണം. അപ്പൊ അതിന് നമുക്ക് ഇക്വലന്റ് ഓഫ് 758/2025 തന്നെയാണ്. ബട്ട് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ആണ് പറയുന്നതെങ്കിൽ പോലും പോളിടെക്നിക് ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് എക്സ്പീരിയൻസ് കൂടി നോക്കാം. ഓക്കെ, അടുത്തത് 770/2025 ആണ്. നമുക്ക് LSTD ഇലക്ട്രിസിറ്റി വിംഗ് ഓഫ് തൃശൂർ കോർപ്പറേഷനിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഇലക്ട്രിസിറ്റി വിംഗിലെ സബ് എഞ്ചിനീയർ തസ്തികയാണ്. നമുക്ക് സ്കെയിൽ ഓഫ് പേ 28,855 to 57,220 ആണ്. വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ആണ്. തൃശൂർ ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അവിടെ നമ്പർ ഓഫ് വേക്കൻസീസ് മെൻഷൻ അല്ല, ആന്റിസിപ്പേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC or its equivalent and ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് യോഗ്യത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓർ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പൊ ഡിപ്ലോമ ഏത് 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് അത് കൂടാണ്ട് കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതായത് ഏത് നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എനി വൺ ഓഫ് ദ റെക്കഗ്നൈസ്ഡ് ടെക്നിക്കൽ സ്കൂൾ. അതായത് ഈ പറയുന്ന ഏതെങ്കിലും ടെക്നിക്കൽ സ്കൂളിലുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും സബ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ കൂടെ അതായത് ഈ സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 5 year എക്സ്പീരിയൻസ് വേണം. അതായത് അണ്ടർ കേരള സ്റ്റേറ്റ്
Electricity Board or the electrical wing of Thrissur Corporation. Thrissur Corporation ഉള്ള electrical wing അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് LKCB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 5 വർഷത്തെ എക്സ്പീരിയൻസും സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം ഈ പറഞ്ഞിട്ടുള്ള 12 റെക്കഗ്നൈസ്ഡ് ടെക്നിക്കൽ സ്കൂളിലും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. പക്ഷേ സർട്ടിഫിക്കറ്റിന്റെ കൂടെ 5 വർഷത്തെ എക്സ്പീരിയൻസും കൂടി വേണം. അത് KSEB അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിങ് ഓഫ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് തന്നെ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സിറ്റി ആൻഡ് ഗിൽസ് ലണ്ടൻ, അത് നമുക്ക് അവിടെയുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മതി. ദെൻ കൃഷ്ണ രാജേന്ദ്ര ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2 ഇയർ കോഴ്സ് ആണ്. ദെൻ SMT സ്കൂൾ ഓവർസിയേഴ്സ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 ഇയർ കോഴ്സ് മതി. സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് ദി എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം ഓർ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ ഓർ ഈക്വലന്റ് കോഴ്സ്. സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് CNT ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ. Certificate obtained from PST Institute Coimbatore. Electricians course certificate College of Engineering Kolkata. Certificate in electrical engineering of the Industrial School Kozhikode. NGTE or KGTE group certificate in electrical engineering 4 subjects: electrical light and power higher, applied mechanics lower, heat engines lower, machine drawing lower. In departmental 3-year apprentice course training and passing final examination. Craftsman certificate from Industrial Training Center as electrician, wireman or lineman. Certificate of grade 2 proficiency test in trade of electrician under technical training scheme. ഇത്രയും പറഞ്ഞിരിക്കുന്ന മെൻഷൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കൂളുകളിൽ ഉള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള സർട്ടിഫിക്കറ്റ് മതി. പക്ഷെ 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണം. ഓക്കെ, അപ്പൊ അതാണ് ശ്രദ്ധിച്ച് സബ് എഞ്ചിനീയർ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത കാറ്റഗറി വരാം. കാറ്റഗറി നമ്പർ 771/2025 ആണ്. പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 2 തസ്തികയാണ്. ഓക്കെ, നമുക്ക് സ്കെയിൽ ഓഫ് പേ 27,900 ആണ്, 63,700 ആണ് പേ സ്കെയിൽ വരാം. അപ്പൊ ഇതും ഡിസ്ട്രിക്ട് വൈസ് ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. നമുക്ക് എറണാകുളം, കോഴിക്കോട് 2 ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വിളിച്ചിട്ടുള്ളത്. എറണാകുളത്ത് വേക്കൻസി 1ഉം കോഴിക്കോട് 1ഉം തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. 18-36 തന്നെയാണ്. ക്വാളിഫിക്കേഷൻ നോക്കാം. ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 2 ആണ്. പാസ് ഇൻ SSLC or JTSLC or equivalent certification and SLC plus ആണ് പറയുന്നത്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ഒന്നെങ്കിൽ ഡിപ്ലോമ ഓർ NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഓർ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ ടെക്നിക്കൽ ടെസ്റ്റിംഗ് ബോർഡ് ഓഫ് ദി ഇന്ത്യൻ ഡിഫൻസ് സർവീസസ് ഇൻ ഏതിലൊക്കെയാണ് വേണ്ട? നമുക്ക് NTC സർട്ടിഫിക്കറ്റ് വേണ്ട ഇലക്ട്രിക്കൽ, വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്. ഇതിൽ ഏതെങ്കിലും NTC സർട്ടിഫിക്കറ്റ് മതി. ഓർ KGC റിവൈസ് സ്കീമിലുള്ള KGC ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ആക്കും. ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇന്ന് ഡിപ്ലോമ അല്ലെങ്കിൽ NTC സർട്ടിഫിക്കറ്റ് KGC ചെയ്ത് കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇനി ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കാറ്റഗറി നമ്പർ 776/2025 ആണ്. ഇതും നമുക്ക് ഒരു ലൈൻമാൻ തസ്തികയാണ്. പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിങ്ങിൽ, PWD അല്ലെങ്കിൽ പബ്ലിക് വർക്ക്സിലെ ഇലക്ട്രിക്കൽ വിങ്ങിലാണ്. നമുക്ക് സ്കെയിൽ ഓഫ് 26,500 to 60,700 ആണ്. നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് ആണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഇത്രയും ഡിസ്ട്രിക്റ്റിലാണ്. പക്ഷേ വേക്കൻസീസ് മെൻഷൻ അല്ല, ആൻസിപ്പിറ്റഡ് വേക്കൻസീസ് ആണ്. അപ്പൊ കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ. ഓക്കെ, ഇവിടെ നമുക്ക് SSLC ആൻഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആഫ്റ്റർ ഹാവിംഗ് അണ്ടർഗോൺ എ കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് നോട്ട് ലെസ് ദാൻ 1 year ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ്. ഒരു വർഷത്തിൽ കുറയാതെയുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു കോഴ്സ്. Then City and Guilds examination in electrical engineering, London Institute in the AC of the intermediate grade, either or NGTE, KGTE in electrical light and power, grade 3 certificate as electrician or lineman from Board Technical Training Center. ഇതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, PSC മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് ഇക്വലന്റ് ഓർ ഹയർ കൊടുത്ത് അപ്ലൈ ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ITI അല്ലെങ്കിൽ ITC വയർമാൻ, ITI അല്ലെങ്കിൽ ITC ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, NAC ഇലക്ട്രീഷ്യൻ, KGC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, KGC ഇലക്ട്രിക്കൽ, NTC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, NTC വയർമാൻ, NTC ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ, NTC ഇലക്ട്രിക്കൽ, SCVT ഇലക്ട്രീഷ്യൻ, NCVT ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, Polytechnic Diploma in Electronics and Communication Engineering, Polytechnic Diploma Electronics, Polytechnic Diploma Electrical and Electronics Engineering, Advanced Diploma in Electrical and Electronics Equipment Maintenance. അതുപോലെ തന്നെ NCVT Certificate Electrical, BTech Electrical and Electronics,
ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബിഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ബിഇ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബിഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, എംടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, എംടെക് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ്, എംടെക് പവർ ഇലക്ട്രോണിക്സ്, AMIE സെക്ഷൻ A and B ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇത്രയും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറഞ്ഞ 26 യോഗ്യതകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഈക്വലന്റ് ഓർ ഹയർ കൊടുത്ത് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനാണ് സാധിക്കും. അടുത്തത് 741/2025 ആണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ തസ്തികയാണ്. 23,700 to 52,600 ആണ് സ്കെയിൽ ഓഫ് പേയ്മെന്റ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. ഓക്കെ, അതിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ വരിക ITS സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രീഷ്യൻ ട്രേഡും വാലിഡ് വയർമാൻ ലൈസൻസ് ആൻഡ് സൂപ്പർവിഷണറി സർട്ടിഫിക്കറ്റ് ഫ്രം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കേരള. ഓക്കെ, അത് കൂടാണ്ട് നമുക്ക് വരാം 2 year എക്സ്പീരിയൻസ് ഇൻ എ ഫേം രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് 1956 ഫ്രം സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്താ പറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകിൽ ക്വാളിഫിക്കേഷൻ ITS സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രീഷ്യൻ ട്രേഡ്, വാലിഡ് വയർമാൻ ലൈസൻസ്, അതുപോലെ സൂപ്പർവിഷണറി സർട്ടിഫിക്കറ്റ്, 2 year എക്സ്പീരിയൻസ്. ഓക്കെ, അടുത്തത് നമുക്ക് 884/2025 ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസ് ആണ്. 26,500 to 60,700 ആണ് നമ്മുടെ പേ സ്കെയിൽ വരിക. നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മുടെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഒക്കെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന പാസിംഗ് ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിന് ഉള്ള ടെക്നിക്കൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസിംഗ് സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഓർ ഇക്വലന്റ്. നമുക്ക് നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. അത് കൂടാതെ NTC സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്, ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിനുള്ള NTC സർട്ടിഫിക്കറ്റ് വേണം. ഓർ പാസിംഗ് KGC ആയാലും മതി, അതായത് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഈ പർട്ടിക്കുലർ ട്രേഡിൽ മതി. അല്ലെങ്കിൽ VHS, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഈ പർട്ടിക്കുലർ ട്രേഡ് ആയാലും മതി. ട്രേഡ് മനസ്സിലായാലും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ആണ്. ഒന്നുകിൽ VHSC സർട്ടിഫിക്കറ്റ്, NTC സർട്ടിഫിക്കറ്റ്, KGC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആയാലും മതി. പക്ഷേ ഈ പർട്ടിക്കുലർ ട്രേഡിലായിരിക്കും. ഓക്കെ, അടുത്തത് വരെ 783/2025 ആണ്. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിൽ പ്ലംബർ അല്ലെങ്കിൽ പ്ലംബർ കം ഓപ്പറേറ്റർ ആണ്. ഡിസ്ട്രിക്ട് വൈസ് ഉള്ള വേക്കൻസി ആണ്. കണ്ണൂരാണ് നമുക്ക് വേക്കൻസി ഉള്ളത്. ഒരൊറ്റ വേക്കൻസി ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ വരിക ജനറൽ പാസിംഗ് 7th or 7th പാസ് മതി. അതിന്റെ കൂടെ ടെക്നിക്കൽ ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് പ്ലംബർ ഓർ ഇക്വലന്റ്, പ്ലംബർ അല്ലെങ്കിൽ ഇക്വലന്റ് ഉള്ള ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം. ഓർ പറഞ്ഞിരിക്കുന്ന 5 year പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ പ്ലംബിംഗ് ഇൻ എനി recognized or approved engineering firm, approved ആയിട്ടുള്ള recognized ആയിട്ടുള്ള engineering firm 5 വർഷത്തെ പ്ലംബിംഗിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോ. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് അതായത് വാട്ടർ വർക്സിൽ പ്ലംബർ ആയിട്ട് 5 വർഷത്തിൽ കുറയാതെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ജനറൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് ക്വാളിഫിക്കേഷൻ, അതായത് 7th സ്റ്റാൻഡേർഡ് നമുക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് 10th ക്വാളിഫിക്കേഷൻ ആണെങ്കിലും SSLC ആണെങ്കിലും THSLC ആണെങ്കിലും ഇനി ICSE 10th പാസ് ആണെങ്കിലും ആ 10th അതായത് 7th സ്റ്റാൻഡേർഡിന്റെ പാസിന് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് പറയാൻ പറ്റും. ഇനി 7th സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ SSLC ഇക്വലന്റ് ഫെയിൽഡ് ആണെങ്കിലും പറ്റും. അതുപോലെ SSLC വേണമെന്നില്ല, ഫെയിൽ ആണെങ്കിലും മതി. SSLC ജനറൽ, THSLC, ICSE 10th ഒക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അതായത് നമ്മുടെ ഈക്വലന്റ് ഓർ ഹയർ 7th കൊടുക്കാൻ പറ്റുക. അപ്പം ഇതാണ് നമ്മുടെ 31-ാം തീയതി വന്നിരിക്കുന്ന മാസ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നോട്ടിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് അറിയാം ഇലക്ട്രിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, സിവിലാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അതിനകത്ത് കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ വാട്ടർ അതോറിറ്റി. അപ്പൊ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ 1-2 ദിവസത്തിനുള്ളിൽ ആക്ടിവേറ്റ് ആവും. അപ്പം അതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈക്വലന്റ് ഓർ ഹയർ കൊടുക്കുന്നതിന് തെറ്റിക്കാതെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.